മുറിവുണക്കുന്നവനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ എന്ന്. മുറിവുണക്കുന്നവനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ. ആ പുണ്യാത്മാവിന്റെ ജീവചരിത്രത്തിൽ കണ്ടുമുട്ടുന്ന ഏടാണ്. തുമ്പമൺ പ്രദേശത്ത് വസൂരി വന്ന ആ കാലത്ത്, നിങ്ങൾ ആ കാലത്തിലേക്കൊന്ന് സഞ്ചരിച്ചു പോകണം. ചികിത്സകളൊന്നും കിട്ടാതെ മനുഷ്യനിങ്ങനെ മരണത്തോട് വിധേയപ്പെടുമ്പോൾ ഒന്ന് അടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ വന്ന് കൂടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു കാലം. നമുക്ക് ആ കാലം പരിചിതമാണ്. എന്നാൽ ആ കാലത്ത് അതിനുമേൽ പ്രയാസമാണ്. മൃതശരീരങ്ങൾ അടക്കാൻ ആരുമില്ലാതെ വരിക, കുഴിച്ചിടാൻ ആരുമില്ലാതെ വരിക, ഭംഗിയായി സംസ്കാരം നടത്താൻ ഇടയാകാതെ വരിക. അങ്ങനെ എത്രയോ മനുഷ്യരുടെ ഉള്ളം മുറിഞ്ഞു പോയിട്ടുണ്ട് ആ കാലത്ത്. എന്നിട്ടും പ്രാർത്ഥന എന്ന ആയുധം, അതൊരു ആയുധമായിരുന്നു പരിശുദ്ധ വചനത്തിൽ. പ്രാർത്ഥന എന്ന ആയുധം ധരിച്ചുകൊണ്ട് ആ മനുഷ്യരുടെ, ആ പ്രദേശത്തെ മനുഷ്യരുടെ മുറിവുകളെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു തുടങ്ങി. അടക്കി മൃതശരീരങ്ങൾക്ക് പ്രാർത്ഥനയോടെ ഏറ്റവും അനുഗ്രഹകരമായ സംസ്കാരം കൊടുത്ത് മനുഷ്യന്റെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കുന്ന ഒരു വിശുദ്ധനെ ചരിത്രത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുറിവുകളെ ഉണക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധർ എന്ന്.